ഞാൻ യൂട്യൂബ് നിർത്തി ഗൈസ്. ഞാൻ യൂട്യൂബ് നിർത്തിയിട്ട് ഞാനിപ്പോൾ കണ്ടത്തിൽ കിടക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഫേസ്ബുക്കിലെ കുറേ ആൾക്കാർ കുറേ ദിവസമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ കിട്ടുന്നുണ്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. യൂട്യൂബ് സ്ഥിരമായിട്ട് ഉള്ളൊരു ജോലിയല്ല, എല്ലാവരും ഇവൻ്റെ ലൈഫ് കണ്ടിട്ട് പഠിക്കണം, ഇവരൊക്കെ യൂട്യൂബ് നിർത്തിയപ്പോൾ വേറെ പണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ വില മനസ്സിലാക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ. യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്തല്ലേ. നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് മുന്നേ ചെറിയ ഇഷ്യൂ വന്നു. അപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ബിൽഡ് ചെയ്തത് ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല. നമ്മൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്തത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മുടെ ഐഡിയാസും കൊണ്ടാണ്. എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാർ മെക്കിട്ട് കയറുന്നത് എൻ്റെ ആയിരിക്കും. കാലങ്ങളിൽ നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ളതൊരു ഘടകമായിരുന്നു. ആൾക്കാരെ കാണണം, കണ്ടാലേ നമുക്ക് വരുമാനം വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കണ്ടന്റുകളിലും എപ്പോഴും ക്ലിക്ക് ബൈറ്റും കാണുക നമുക്ക് ഇഷ്ടം. എടാ, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. We have to fight some bad days to get the best days of life. പോസിറ്റീവായ കണ്ടന്റിനോട് താല്പര്യമില്ല, നെഗറ്റീവായ കണ്ടന്റിനോടാണ് താല്പര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാനും നെഗറ്റീവ് കണ്ടന്റൊക്കെ ഇടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന റീസൺ എന്താ അറിയോ? നമ്മളൊക്കെ തന്നെയാണ്. കാരണം ഇത് കാണാൻ ആളില്ലോണ്ടാണല്ലോ ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ നമുക്ക് അത്ര ആവേശമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരു കണ്ടന്റ് ആക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതുപോലെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് ആരോപണങ്ങൾ കൊണ്ടുവരും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ഹാർഡ് വർക്ക് ആയിട്ട് പോവാം. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും. അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. അന്ന് മുതലുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ കുറേ മാസത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മുടെ മല്ലു ട്രാവൽ എന്നുള്ള ബ്രാൻഡ് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുക. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. നിങ്ങൾ കാണാം, എല്ലാം നമ്മൾ 4K 8K ക്വാളിറ്റി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പ്രൊഫഷണൽ ക്യാമറ ഉണ്ട്. പഠിച്ചതാണ്, എനിക്കറിയാം. ആണ് എനിക്ക് വേണ്ടത്. എനിക്ക് സാമ്പത്തികമായിട്ട് ഹെൽപ്പോ അല്ലെങ്കിൽ വീഡിയോ റവന്യൂ ഒന്നും നമ്മൾ വേണ്ടത്. നിങ്ങളിടുന്ന നല്ല നല്ല കമൻറ്റ്സ്, നിങ്ങളുടെ ഷെയറുകൾ, നിങ്ങളുടെ ലൈക്കുകൾ, ഇതാണ് വേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് ഓരോ കണ്ടന്റിനോട് നല്ല മോട്ടിവേഷൻ. ഞാൻ നിർത്തുകയാണ് ഭായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ എങ്ങനെ ഗൈസ്, മല്ലു ട്രാവൽ വെർഷൻ 2 നിങ്ങൾ റെഡിയാണോ? ഒരു വീഡിയോയിൽ മിസ്സാക്കരുത് കേട്ടോ. കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണം. ഞാൻ റെഡിയാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ട്രാവൽ ടുഗെദർ.